നമസ്കാരം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം സംഘർഷഭരിതമാണോ? പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ ഐപ്പ് വള്ളിക്കാടൻ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. 2005 ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുന്നത്. എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തന രീതി? ഞാൻ മലയാള മനോരമയുടെ ഒരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മാസ്കോം, ഈ റിയൽക്കട എന്ന സ്ഥലത്ത് മനോരമയുടെ ഒരു സ്ഥാപനം. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് പത്രപ്രവർത്തനം മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സാധാരണ നമ്മളൊരു മാസ്കോമിൻ്റെ ആനുവൽ ഡേ ഉണ്ട്. അപ്പോൾ അന്ന് മാസ്കോമിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒരു വലിയ കളക്ഷൻ മനോരമയ്ക്കുണ്ട്. നമ്മളും ജീവിതത്തിൽ കാണാത്ത കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലുള്ള പത്രങ്ങൾ പോലും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പത്രത്തോടും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം താല്പര്യമുള്ള കുട്ടികൾക്ക്, ആസ്പിരൻ്റ് ആയിട്ടുള്ളവർക്ക് വന്ന് കണ്ട് എന്താണ് മാധ്യമപ്രവർത്തനം, എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് നേരിട്ട് കണ്ടറിയാനുള്ള അവസരം. അപ്പോൾ അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് 2004 മുമ്പ് 3 ബാച്ച് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്തിരുന്ന ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു, എങ്ങനെയാണ് ഒരു പത്രം റെഡിയാകുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു നമുക്കൊരു വിൽ മേക്ക് എ വീഡിയോ, എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് റിപ്പോർട്ടിങ്, അങ്ങനെ സാധാരണ പത്രത്തിലൊന്നും നമ്മളൊരു സാധനം വാർത്ത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വാർത്ത നമ്മൾ എഡിറ്ററോട് ഷെയർ ചെയ്യും. എഡിറ്റർ ഓക്കെ പറയും. ഓക്കെ പറഞ്ഞ് റിപ്പോർട്ടർ ആ സ്ഥലത്ത് പോയിട്ട് ആ വാർത്ത ശേഖരിക്കും. ശേഖരിച്ച ശേഷം വീണ്ടും ഇത് എങ്ങനെ റെഡിയാക്കാമെന്ന് സബ് എഡിറ്റേഴ്സുമാരായിട്ട് തീരുമാനിക്കും. അതിനുശേഷം ഈ വാർത്ത പ്രിൻ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് മുഴുവൻ, അതായത് ഒരു റിപ്പോർട്ടർ ഒരു സ്ഥലത്ത് പോയി വാർത്ത ശേഖരിക്കുന്നു, ശേഖരിച്ച വാർത്തയ്ക്ക് വേണ്ട ഫോട്ടോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുത്ത് തിരിച്ചു വന്നത് സബ് എഡിറ്റേഴ്സിനെ ഏൽപ്പിക്കും. പേജ് എപ്പോഴും ചെയ്യുന്ന റിപ്പോർട്ടർമാരല്ല, അതിന് സബ് എഡിറ്റർമാരാണ്. അവരെ ഏൽപ്പിക്കുന്നു. അവർ പേജ് ലേഔട്ട് ചെയ്യുന്നു. ലേഔട്ടിന് ശേഷം ഈ പത്രത്തിൻ്റെ സോഫ്റ്റ് കോപ്പി പ്രസ്സിലേക്ക് പോകുന്നു. പ്രസ്സിൽ നിന്ന് ഇതിൻ്റെ ഹാർഡ് കോപ്പി പുറത്ത് വരുന്നു. ഈ പ്രോസസ്സ് മുഴുവൻ ഞാനന്നൊരു കോട്ടയത്തുള്ള ഗോപനം പാട്ടുന്നൊരു ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. പുള്ളി ഞങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയിട്ട്, പുള്ളി ഒരു വീഡിയോഗ്രാഫറല്ല, പുള്ളിയുടെ പരിചയത്തിൽ പോയി ഒരു വീഡിയോ ക്യാമറ വാടകയ്ക്ക് എടുത്തു. ഒരു ദിവസത്തേക്ക് നമ്മളൊരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. ഒരു സാധാരണ സ്റ്റുഡിയോയിൽ പോയി നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്തു. ഈ സാധനം ഒരു സിനിമ പോലെ മേക്കിംഗ് ഓഫ് എ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി നമ്മൾ തയ്യാറാക്കി, 7.5 മിനിറ്റുള്ള. അത് അന്ന് വന്ന ആൾക്കാർക്കെല്ലാം പ്രദർശിപ്പിച്ച്, അന്ന് മനോരമയുടെ എഡിറ്റർ മാമൻ മാത്യു വരെ, അന്ന് മനോരമയുടെ എഡിറ്റർ KM മാത്യു വരെ വന്നിരുന്ന് ഈ വീഡിയോ കണ്ട് അപ്രിസിയേഷൻ. ഒന്നും മനോരമ ചാനൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അന്ന് ആകെപ്പാടുള്ളൊരു ഒരു നമ്മുടെയൊക്കെ ഒരു റോൾ മോഡൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസാണ്. അന്ന് കൈരളിയുണ്ട്, ജീവൻ TV ഉണ്ട്. പക്ഷെ അന്നൊക്കെ ഏഷ്യാനെറ്റിലേക്ക് പോവുക, മനോരമയുടെ ഒരു പത്രത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു അന്ന് ചാനലുകളിൽ രാജാവ് ഏഷ്യാനെറ്റ് ആയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോവുക. അപ്പോൾ അന്ന് എനിക്കൊരു നല്ല മീശ പോലും ഇല്ല. ഞാൻ 2004 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അന്ന് PSC പരീക്ഷയാണ് കാണുക. ഒരു തിരുവനന്തപുരത്തുള്ള ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നു. 450 കുട്ടികൾ അന്ന് പരീക്ഷ എഴുതുന്നു. നമ്മൾ പരീക്ഷ രാവിലെ ഒരു ആസ്പിരൻ്റ് ടെസ്റ്റ്, എന്താണ് ജേർണലിസം, എന്തുകൊണ്ട് നിങ്ങൾ ജേർണലിസ്റ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു പരീക്ഷയും, ഉച്ച കഴിഞ്ഞ് ജനറൽ നോളജും. ഒരു അത്യാവശ്യം ഒരു ജനറൽ നോളജ് ഇല്ലാത്ത ഒരാൾക്കും മാധ്യമപ്രവർത്തനം ആകാൻ പറ്റത്തില്ല. അപ്പോൾ 2 ടൈപ്പ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് അന്ന് ഈ 450 പേര് 45 പേരെയാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചത്. ആ ഇൻ്റർവ്യൂവിന് ആകപ്പാടെ അന്ന് 2005 ഒരാൾക്ക് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ആ ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ 2005 ഒരു ട്രെയിനി ജേർണലിസ്റ്റായിട്ട് തുടങ്ങി. പുളിയരക്കോണത്തായിരുന്നു അന്ന് ഓഫീസ്. അന്ന് കുറച്ച് പരിപാടികളും വാർത്ത വായനയൊക്കെ ചെയ്തു. അവിടെ നിന്നൊരു ടെലിവിഷൻ ജേർണലിസ്റ്റായിട്ട്, എൻ്റെ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രപ്രവർത്തനം മാത്രം പഠിച്ച ഒരാൾ ഏഷ്യാനെറ്റ് വരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റാണ് എൻ്റെ ഗുരു. ഇപ്പം മരിച്ച TNG അടക്കമുള്ള ഒരാളാണ് എൻ്റെ ഗുരുസ്ഥാനീയർ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി. കൊച്ചിയിൽ ഞാൻ റിപ്പോർട്ടറായിട്ട് ജോയിൻ ചെയ്തു 2007. അതിനുശേഷം ആലപ്പുഴ ബ്യൂറോ തുടങ്ങാൻ വേണ്ടി എന്നെ, ഞാനൊരു ആലപ്പുഴക്കാരനായതുകൊണ്ട് എന്നെ ആലപ്പുഴ ബ്യൂറോയിലേക്ക് അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ ഞാൻ തുടങ്ങിയ ബ്യൂറോയിലാണ് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെയും വാടക ചീട്ടിൽ എൻ്റെ പേരുണ്ട്. അപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബ്യൂറോയിൽ വന്നു. അവിടെ നിന്ന് ഞാൻ ചില വാർത്തകളൊക്കെ ചെയ്തു. ശരിക്കും സംഭവ ബഹുലം തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ വർക്ക് ചെയ്ത ആ സമയം. അതെ, എന്നെ പോലത്തെ ഒരു യങ് ജേർണലിസ്റ്റിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ല അവസരങ്ങളൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് എനിക്ക് തന്നു. പെട്ടെന്ന് തന്നെ പേരെടുത്ത ഒരാളാണ് ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു പേര് തന്നെ ഒത്തിരി പ്രേക്ഷകർ നോട്ട് ചെയ്ത ഒരു പേരാണത്. അതൊരു ഒരു ഒരു പരിധിവരെ ഇപ്പം പത്രത്തിലേക്ക്, ഇപ്പം ഞാൻ പത്രപ്രവർത്തനം പഠിച്ചപ്പോൾ എനിക്ക് മനോരമയിൽ പോലും അവസരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടൊരു ടെലിവിഷൻ ചൂസ് ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞ കറക്റ്റാണ്. അതായത് പത്രത്തിൽ നമ്മളൊരു 3 വർഷം ഇരുന്നാൽ ചിലപ്പോൾ നമ്മുടെ പേര് ബൈലൈനായിട്ടൊക്കെ വന്ന് 10 പേര് അറിയത്തുള്ളൂ. പക്ഷെ ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ച് ഒരു വാർത്ത ചെയ്താൽ മതി,
ഒരു ജനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്ത ചെയ്താൽ ആ പേര്. പിന്നെ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടൊരു പേരാണ് ഐപ്പ് പള്ളിക്കാടൻ. അത് ഞാൻ പ്രശസ്തനായതുകൊണ്ട് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നുകൊണ്ടൊന്നും ഇട്ട പേരല്ല, എൻ്റെ മാമോയിസ പേര്. എൻ്റെ ജനിച്ച് 30-ാമത്തെ ദിവസം വന്ന പേരാണ്. അപ്പോൾ ആ പേര് ശ്രദ്ധിക്കപ്പെടുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ പഠിച്ച കോളേജിൽ, ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊന്നും ഐപ്പില്ല. ഐപ്പ് പള്ളിക്കാരന് ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോൾ മുറ്റൂത്ത് വധത്തിൻ്റെ എസ് കത്തിയുടെ റിപ്പോർട്ട്, അതായത് ഒളിക്യാമറ ദൃശ്യം കൊണ്ടുവന്നത് ഐപ്പ് പള്ളിക്കാരനാണ്. എങ്ങനെയായിരുന്നു? ശരിക്കും സംഘർഷഭരിതം തന്നെയായിരുന്നു, ഒരു സംഭവ ബഹുളം തന്നെയായിരുന്നു. ആ കേസ് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഞാൻ ആലപ്പുഴ റിപ്പോർട്ടറായിരുന്ന സമയത്താണ് പോൾ മുത്തൂറ്റ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെച്ചിട്ട് പൊങ്ങാന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലപ്പെടുന്നത്. അപ്പം മുത്തൂറ്റ് ഫാമിലി നമുക്കെല്ലാം അറിയാവുന്ന പോലെ വലിയൊരു റിച്ച് ഫാമിലിയാണ്. ഒരു ഫാമിലി നെയിം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഇതാണ്. അപ്പോൾ അവരുടെ സഹോദരന്മാരായിട്ട് എല്ലാവരും. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെന്നു. അദ്ദേഹത്തിൻ്റെ ബോഡിയുള്ള സ്ഥലത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിനെ ഇൻ്റർവ്യൂ ചെയ്തു. അതിനുശേഷം IG വിൻസെൻ്റ് എം പോളാണ് അന്ന് കൊച്ചിയുടെ ചുമതലയുള്ള IG ആണ്. അദ്ദേഹമാണ് ഈ കേസിൻ്റെ ചാർജ് ഏറ്റെടുത്ത്. ഒരു ദിവസം ആലപ്പുഴയിലെ SP ഓഫീസ് വെച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ്. S ആകൃതിയിലുള്ള, ഇംഗ്ലീഷ് ലെറ്റർ S ആകൃതിയിലുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് കൊന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, RSSകാർ മാത്രമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ആകൃതിയുള്ള കത്തി, S ആകൃതി മോഡലുള്ള കത്തികൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി 3-ാമത്തെ ദിവസം കൊല്ലൻ്റെ ആലയിൽ നിന്നും നമ്മൾ പറഞ്ഞു, ഇത് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കത്തിയാണെന്ന്. എൻ്റെ സോഴ്സ് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. ചില സോഴ്സസ് കുമ്പസാര രഹസ്യം പോലെ അത് അവസാനം വരെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ക്രെഡിബിലിറ്റി അന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അന്ന് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ അതിൻ്റെ സോഴ്സ് ഓഫ് ഇത് പത്രപ്രവർത്തനം സംബന്ധിച്ച് സോഴ്സ് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട എന്ന് ലോയിലുണ്ട്. അത് വളരെ തീവ്രവാദം അല്ലെങ്കിൽ രാജ്യദ്രോഹം എന്ന അത്തരം സംഭവങ്ങൾ ഒഴിച്ച് ബാക്കിയതിനും നമുക്ക് സോഴ്സ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമുക്ക് കോടതിയിൽ പോലും കേസ് വന്നു കഴിഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. എൻ്റെ അപ്പുറത്തേക്കുള്ള ക്രെഡിബിലിറ്റിയുടെ അന്വേഷിച്ച് പോകാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. അപ്പം അന്ന് എൻ്റെ സ്ഥാപനം പോലും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അതൊരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഒരു ശക്തിയും ഒരു മാധ്യമ പ്രവർത്തന ഒരു ശക്തിയും ബലവും എന്ന് പറയുന്നത് അതിലാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു മീൻ കച്ചവടക്കാരനെ നയിക്കും, നമുക്ക് നല്ലൊരു സ്കൂപ്പ് കിട്ടും. അതിന് സ്കൂപ്പ് ഓഫ് ന്യൂസ് എന്നാണ് പറയുന്നത്. അതാണ് ശരിക്കും ന്യൂസിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂപ്പിൽ നിന്നാണ് നമ്മളത് വലുതാക്കുന്നത്, വലിയൊരു വിപ്ലവമാക്കി മാറ്റുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പ്രിൻസ് എനിക്കൊരു ക്ലൂ തന്നു, ഇങ്ങനൊരു വാർത്തയുണ്ട് പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാർത്ത ചെയ്ത വലിയ വിവാദത്തിന് ശേഷം ആ പ്രിൻസാണ് എന്നോട് ആ വാർത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നാളെ ഒരാൾ എനിക്ക് ഒരു ക്ലൂ തരത്തില്ല, ഒരു സ്കൂപ്പ് തരത്തില്ല. അപ്പം നമ്മളെല്ലാം ഒരു സ്കൂപ്പ് അന്വേഷിച്ചാണ് നടക്കുന്നത്. അങ്ങനെ കിട്ടിയ ഒരു സ്കൂപ്പിൽ നിന്നാണ് തുടങ്ങിയത്. അത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ശരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ വധഭീഷണികളോ അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്, ഇപ്പം അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ രസവും ഏറ്റവും വലിയ സൂക്കേടും എന്ന് പറയുന്നത് രണ്ടും എക്സ്ട്രീമാണ്. ഒന്ന്, നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു മാധ്യമപ്രവർത്തനമാക്കാൻ വേണ്ടി എപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, ഒരു ദിവസം കൊണ്ട് മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ വാർത്ത ചെയ്തപ്പം എൻ്റെ സ്ഥാപനം ആദ്യം ആവശ്യപ്പെട്ടത് പേര് പറയാൻ പാടില്ലെന്നായിരുന്നു. ഐപ്പ് പള്ളിക്കാടൻ എന്നുള്ള പേര് പറഞ്ഞ് സൈൻ ഓഫ് ചെയ്യരുത് സ്റ്റോറി. പിന്നീട് ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നൊക്കെ പുറത്തിറങ്ങി വന്നപ്പോഴും അന്ന് 6 മണി വാർത്തയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ഉപയോഗിക്കുന്ന 3 വാക്കുകളുണ്ട്: നേരോടെ, നിർഭയം, നിരന്തരം. ആദ്യമായിട്ട് ഈ 3 വാക്കുകൾ ഉപയോഗിച്ച് സ്റ്റോറി എസ് കത്തി വാർത്തയോടൊപ്പമായിരുന്നു. അന്ന് ഇൻട്രോ വായിച്ചതിന് ശേഷം, റീഡർ വായിച്ചതിന് ശേഷം നേരോടെ, നിർഭയം, നിരന്തരം ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിക്കുന്ന അന്വേഷണാത്മക റിപ്പോർട്ട് ഞാൻ കൊടുത്തത്. അന്ന് എനിക്ക് ആദ്യത്തെ വാർത്തയിലെങ്കിൽ എൻ്റെ പേര് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ആൾക്കാർ ചെയ്തു എന്ന് ഉറപ്പിച്ച വാർത്തയ്ക്കെതിരെ നമ്മളൊരു വാർത്ത ചെയ്തപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഭയങ്കര വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി. അന്ന് എഡിറ്റർ ഇൻ ചീഫ് TN ഗോപകുമാർ, അദ്ദേഹം ഒരു പിറ്റേ ദിവസം രാവിലത്തെ ഉച്ചയ്ക്കത്തെ വാർത്തയിൽ വന്ന് പറഞ്ഞു, ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഏറ്റെടുക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് എന്ന രീതിയിൽ TN ഗോപകുമാർ ഏറ്റെടുക്കുകയാണ്. ഏത് അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10-15 ദിവസം എനിക്ക് പ്രശ്നമായിരുന്നു. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു ട്രാൻസ്ഫർ വരെ അതിൻ്റെ വക്കോളം എത്തിയിരുന്നു. എന്തുകൊണ്ടത് പിന്നെ പോയില്ല, അത്ര ആവശ്യം വന്നില്ലെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ കുറേ നാളുകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എൻ്റെ സ്ഥാപനത്തെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസ്യത
ഇപ്പോഴും CBI അന്വേഷണത്തിൽ പോയിട്ട് പോലും എസ് കത്തി അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് CBI വരെ കണ്ടെത്തിയിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് വിഷ്വൽസിലേക്ക് പോകാം. പോളിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന പോലീസ് പറയുന്ന കത്തി കണ്ടെത്തുന്നതിന് 3 ദിവസം മുമ്പ് IG വിൻസെന്റ് എം പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന് തുടക്കമിട്ടത്. ഒരു എസ് ടൈപ്പിലുള്ള വെപ്പണാണെന്നാണ്, ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ. കാരി സതീഷിന്റെ വീട്ടിൽ നിന്നും S ആകൃതിയിലുള്ള ആയുധം കഴിഞ്ഞ മാസം 26-ന് പോലീസ് കണ്ടെടുത്തതിനെ പറ്റി സതീഷിന്റെ അമ്മൂമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതും അന്വേഷണത്തിന് സഹായകരമായി. ഈ സംശയങ്ങളെ പിന്തുടർന്ന ഞങ്ങളെത്തിയത് ആലപ്പുഴ നഗരാതിർത്തിയിൽ തന്നെയുള്ള കൊല്ലന്റെ ആലയിലാണ്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണെന്നാണ് ഞങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയത്. പൈസയുടെ അല്ല വിഷയം. നമ്മൾ പിന്നെ ഈ സാറ് ഒന്ന് നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ ആ മാതിരിയുള്ള വർക്കൊന്നും കൂടി ചെയ്യാം. നമുക്ക് അതിന്റെ സമയമില്ലൊന്നുമില്ല. സാറ് വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മൾ സാറ് നിർബന്ധം കൊണ്ടാണ് അത് ചെയ്തു കൊടുത്തത്. ആണല്ലേ തോമസ് സാറ് പറഞ്ഞിരുന്ന അത് മറ്റേ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അല്ല മോഹന്റെ പേരിന് രണ്ടാമത് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു. ആ അല്ല ചെയ്ത് വെച്ചായിരുന്നു. അത് സാറിന് പിറ്റേ ചെയ്തായിരുന്നു. അപ്പം അത് അല്ല തോമസ് സാറ് പറഞ്ഞിരുന്നു അത് അല്ല വന്ന് മേടിക്കും അന്ന് പറയാൻ ചെയ്തോണ്ട് പോവായിരുന്നു. അത് വേറെ സാറായിരുന്നു ആവശ്യത്തിൽ. IG-യുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള രാത്രിയിൽ അന്വേഷണ സംഘത്തിൽപ്പെട്ട നോർത്ത് CI തോമസ് നേരിട്ട് ആലയിലെത്തി S ആകൃതിയിലുള്ള കത്തിയുടെ പടം വരച്ച ഇത്തരത്തിൽ ഒരെണ്ണം പണിതു തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റൊരു ചെറിയ കത്തി കൂടി പണിയണമെന്നും CI നിർദ്ദേശം നൽകിയിരുന്നു. കുറവാണോ സാർ? തോമസ് സാർ പറഞ്ഞത് നീളം കുറവ് എന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് തകഴിയോടൊപ്പം ഐപ്പുവള്ളികാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ലാബ് ടെസ്റ്റുകളിൽ. ഇപ്പോൾ ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് കൊടുക്കുന്നു, അവിടെ ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 2-3 ലാബിൽ ഐപ്പിൻ്റെ തന്നെ ഐപ്പുവള്ളികാടൻ്റെ തന്നെ ബ്ലഡ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു അത് ഒളിക്യാമറ ദൃശ്യം. ഒളിക്യാമറ അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ആലപ്പുഴയിൽ അത്യാവശ്യം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു ഡോക്ടർ B പത്മകുമാർ, ഇപ്പോഴും അദ്ദേഹം വിവിധ മാധ്യമങ്ങളിൽ എഴുതുന്നൊരു വ്യക്തിയാണ്. എനിക്ക് പരിചയമുള്ള അനിൽ എന്ന് പറഞ്ഞൊരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ 2 ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സംഭവിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചോര തരാം, നിങ്ങൾക്കൊന്ന് ഇത് സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് പിന്നെ സർക്കാർ ആശുപത്രിയിലെ നേഴ്സിൻ്റെ സഹായത്തോടെ ഡോക്ടറിൻ്റെ സഹായത്തോടെയാണ് ഞാനന്ന് എൻ്റെ ബ്ലഡ് എടുത്തത്. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു 45 വയസ്സ് കഴിഞ്ഞിരുന്ന ഒരാളുടെ ബ്ലഡ് എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി ഭയങ്കരമാണ്. അപ്പം ഞാൻ 5 കുപ്പിയിലാക്കി എൻ്റെ ഒരേ സമയത്ത് എടുത്ത രക്തം 5 ലാബുകളിൽ, വ്യത്യസ്ത ലാബുകളിൽ കൊടുത്തു. 4 ലാബുകളിൽ കൊടുത്തു. 4 ലാബിൽ നിന്ന് കിട്ടിയ ഡിഫറെൻറ്റ് റിസൾട്ടുകളാണ് കിട്ടിയത്. ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ രോഗനിർണയമാണ് ആദ്യത്തെ കടമ്പ. ഇപ്പോൾ രോഗം നിർണ്ണയിക്കാനായിട്ട് നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ലൈസൻസ് മതി. 50 രൂപ പഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 100 രൂപ, കോർപ്പറേഷൻ ആണെങ്കിൽ 150 രൂപ ഉണ്ടെങ്കിൽ പ്രിൻസിനോ എനിക്കോ ഒരു ലാബോറട്ടറി തുടങ്ങാം. ലാബ് ടെക്നീഷ്യന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വന്ന് അന്വേഷിക്കുന്നില്ല. ഇതിന് ശേഷം ഒരു രോഗം, ഇപ്പം പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും അതിനുശേഷമാണ് നമ്മൾ മരുന്ന് വാങ്ങാൻ പോകുന്നത്. പക്ഷേ മരുന്ന് വാങ്ങുന്ന സ്ഥാപനത്തിന് B.Pharm പാസ്സായ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് മുമ്പുള്ള സാധനത്തിന് യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. അപ്പം അതൊരു വലിയ മാനദണ്ഡമായി. ആ വാർത്ത വന്നതിന് ശേഷം നിയമസഭയിൽ അത് വലിയ ഇതായി. ഇപ്പോൾ ലാബുകളെ നിയന്ത്രിച്ചുകൊണ്ട് ലാബുകളുടെ ഒരു പുതിയ പ്രവർത്തനത്തിന് കുറേ മാനദണ്ഡങ്ങൾ സർക്കാർ കൊണ്ടുവന്നു, ആരോഗ്യവകുപ്പ് കൊണ്ടുവന്നു. അത്തരം ഒരു സ്റ്റോറിയിൽ നിന്നുണ്ടായ ഒരു ഡെവലപ്മെൻ്റാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ കമ്മിറ്റിയുടെ ഞാനും കൂടെ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത സാധനങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. ഇതേ സമാനമായൊരു സംഭവമാണ് ഞാൻ ആലപ്പുഴ ഉണ്ടായിരുന്നപ്പോൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള സ്ഥലം ആലപ്പുഴയിലെ കുട്ടനാടാണ്. ഒരു ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മളൊരു പ്രത്യേക പഞ്ചായത്ത് എടുത്തു. കൈനകരി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ഒരു പഞ്ചായത്ത് എടുത്തിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമായിട്ട് ചേർന്ന് നമ്മളൊരു അന്വേഷണം നടത്തി. 5 വീടുകൾ
അതിൽ 5 വീടുകളിൽ 3 വീടുകളിൽ ക്യാൻസർ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ 10 വീടെടുത്താൽ 6 വീടുകളിൽ ക്യാൻസർ ഉണ്ട്. 15 വീടെടുത്താൽ 9 വീടുകളിൽ ക്യാൻസർ ഉണ്ട്. അങ്ങനെ നമ്മൾ പഠനം നടത്തിയപ്പോൾ നമ്മൾ 100 വീടുകളിൽ പരിശോധിച്ചാൽ 60 വീടുകളിൽ ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള കീടനാശിനി നെൽപ്പാടങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്യൂരിഡിൻ അടക്കമുള്ള കീടനാശിനികൾ ഉപയോഗിച്ച്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് എൻഡോസൾഫാൻ അറിയാം, അതുപോലെ തന്നെ രൂക്ഷമായൊരു സംഭവമായിരുന്നു. പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമായിരുന്നു. അത് ലോക്സഭയിൽ കുട്ടനാട്ടിന് അന്ന് MP ആയിരുന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് അവതരിപ്പിക്കുകയും കേന്ദ്രത്തിൽ നിന്നൊരു സംഘം തന്നെ കുട്ടനാട്ടിൽ വന്നത് പഠനം നടത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. നിയമസഭയിൽ ഇത് വലിയ കുട്ടനാട്ടിലെ തോമസ് ചാണ്ടി MLA അന്ന് നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചു. അപ്പം ഏഷ്യാനെറ്റ് അടക്കമുള്ള ആളുകൾ അവിടെ രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഇപ്പോഴും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ 2 സോഷ്യൽ കോസ്, അതായത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത പോയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതൊരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഒരു നിമിത്തമാവുകയാണ് ചെയ്തത്. നമുക്ക് 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു പണിയാണ് നമുക്കുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അയ്പ്പ് പള്ളിഘടനത്തിന് അപ്പുറം ഒരു മാധ്യമപ്രവർത്തനം ചെയ്യേണ്ട ചില കടമകൾ ഇപ്പോഴും ഉണ്ട്. അന്നും എന്നും പറയും മാധ്യമപ്രവർത്തനം ഇന്നൊരു പ്രൊഫഷണലായിട്ട് മാറി. അന്നൊരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് ശമ്പളം വളരെ കുറവായിരുന്നു. ശമ്പളം ഇല്ലാതെ പോലും ഇന്നും തൊഴിലെടുക്കുന്ന കുറേ സഹപ്രവർത്തകർ എനിക്കുണ്ട്, ചില സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം. പക്ഷെ അതൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മളെ അടുത്ത വാർത്തയ്ക്ക് വേണ്ടി പ്രചോദിപ്പിക്കുന്നത്. അത്തരമൊരു പ്രചോദനത്തിലാണ് ഞാനിപ്പോൾ മാതൃഭൂമിയിലെത്തി നിൽക്കുന്നത്. ഈ ലാബിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഈ കെമിക്കലിൻ്റെ വ്യത്യാസം കൊണ്ടാണോ അതോ അത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ലാത്തതിൻ്റെ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ, അതായത് അവർ പഠിക്കാത്തതിൻ്റെ കുറവാണോ? രണ്ടുണ്ട്. എക്യുപ്മെൻറ്റ്സ് അത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ പണ്ട് നമ്മളൊരു ഗ്ലാസ്സിലാണ്, നമുക്ക് അറിയാം, ഒരു ഗ്ലാസ്സിൽ എന്നാ ചോരയിട്ടിട്ട് അത് പുരട്ടിയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഇപ്പം ഞാൻ ദുബായിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ട്യൂബിലേക്ക് മാറ്റി ആ ട്യൂബ് ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പം രക്തം ഒരു പരിധിവരെ അന്തരീക്ഷമായിട്ട് കലർന്നാൽ പോലും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പം ടൈം ഓഫ് ഒരു ലബോറട്ടറി കൊണ്ടുപോയി ഈ രക്തം ചിലപ്പം പല ലബോറട്ടറി ഈ ലാബ് ടെക്നീഷ്യൻസ് കാണത്തില്ല. അപ്പോൾ അവർ ബ്ലഡ് മാത്രം കളക്ട് ചെയ്തിട്ട് വേറൊരു ലാബിൽ കൊണ്ടായിരിക്കും കൊടുക്കുക. ഇപ്പം പ്രിൻസ് ഓൺ ചെയ്യുന്ന ഒരു ലാബ് ചോര മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിട്ട് ഈ ചോരയും കൊണ്ട് നമ്മൾ വേറൊരു ലാബിൽ കൊണ്ട് കൊടുത്ത് ആ ലാബിൽ നിന്നുള്ള റിസൾട്ടാണ് നമ്മുടെ ലെറ്റർ പാഡിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പറായിട്ട് ബ്ലഡ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, നമ്മളിപ്പം ബ്ലഡുമായിട്ട് ചില രാസവസ്തുക്കൾ കലർത്തിയതിന് ശേഷമാണ് അതിന്റെ ഇത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പരിശോധനാ സംവിധാനങ്ങൾ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരിധിവരെ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി. 50 രൂപയ്ക്ക് പരിശോധിക്കുന്ന സ്ഥലത്തും 150 രൂപയ്ക്ക് പരിശോധിക്കുന്ന സ്ഥലത്തും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ടെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 റിപ്പോർട്ടുകളും നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. പരിശോധനാ ലാബുകളിൽ നിന്ന് ഒരാൾക്ക് തന്നെ വ്യത്യസ്ത ഫലങ്ങൾ കിട്ടുന്നുവെന്ന വ്യാപകമായ പരാതിയെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഒരേ സമയത്ത് ഒരു സിറിഞ്ച് കൊണ്ട് 5 കുപ്പികളിൽ രക്തം നിറച്ച് വ്യത്യസ്തങ്ങളായ 5 ലാബുകളിൽ പരിശോധനയ്ക്ക് നൽകി. 1 മണിക്കൂറിനുള്ളിൽ ഫലവും കിട്ടി. 5 റിപ്പോർട്ടുകളും വ്യത്യസ്തങ്ങളായിരുന്നു. പഞ്ചസാരയുടെ അളവ്, കൊളസ്ട്രോൾ, വൈറൽ പനി നിർണ്ണയിക്കുന്ന ശ്വേതരക്താണുക്കളുടെ അളവ് കണ്ടെത്തുന്ന പോളിമോർഫ്സ്, ലിംഫോസൈറ്റുകൾ എന്നിവയുടെ പരിശോധനയിലാണ് വ്യത്യാസം കൂടുതൽ കണ്ടത്. കൊളസ്ട്രോളിൻ്റെ അളവ് 194.8, 174, 180, 185 എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായപ്പോൾ പഞ്ചസാരയുടെ അളവ് 82, 72, 90 എന്നിങ്ങനെയായിരുന്നു. രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ കൗണ്ട് നിശ്ചയിക്കുന്ന പോളിമോർഫ്സിൻ്റെ അളവ് 70%, 58%, 53%, 46% എന്നിങ്ങനെ വ്യത്യാസമുള്ളതായി റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകും. ലിംഫോസൈറ്റിസിന്റെ അളവ് 29%, 50%, 39%, 43%, 40% എന്നീ നിലകളിൽ വ്യത്യസ്തങ്ങളാണ്. രോഗനിർണയത്തിന് ഡോക്ടർമാർ 60% ആശ്രയിക്കുന്നത് റേഡിയോളജി ലാബ് പരിശോധനാ ഫലങ്ങളെയാണ്. ലാബുകളുടെ അനാസ്ഥ രോഗനിർണയത്തിലും ചികിത്സയിലും ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരാളുടെ രോഗം നിർണ്ണയിക്കാൻ ഡോക്ടർമാർ 60% ആശ്രയിക്കുന്നത് റേഡിയോളജിയിലെയും ലാബിലെയും പരിശോധനാ ഫലങ്ങളെയാണ്. നഗരസഭയുടെയോ പഞ്ചായത്തിൻ്റെയോ കച്ചവട സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ലൈസൻസ് മാത്രം കിട്ടിയാൽ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഒരാൾക്ക് കേരളത്തിൽ എവിടെയും ക്ലിനിക്കൽ ലാബോറട്ടറികൾ തുടങ്ങാം. ഇപ്പം ലാബോറട്ടറി ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ലാബ് തുടങ്ങിയ ശേഷം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് ഇതേപോലെ വാർഡ് നമ്പറും ഈ ബിൽഡിംഗ് നമ്പറും പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ലൈസൻസ് മാത്രമേ ഇപ്പോൾ അസിറ്റീസ് നിലവിലുള്ളൂ. വേറെ ഒരു നിയമങ്ങളും കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല. ലബോറട്ടറികൾക്ക് രജിസ്ട്രേഷനും മാനദണ്ഡങ്ങളും കൽപ്പിക്കാൻ
1994 ചർച്ച തുടങ്ങിയ പാരാമെഡിക്കൽ ബിൽ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ലാബറട്ടറികൾക്ക് നിയമങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും വരുന്ന റിസൾട്ടിലെ വേരിയേഷൻസ് അതൊന്ന് അകറ്റാൻ വേണ്ടി, മാറ്റുവാൻ വേണ്ടി ഞങ്ങളുടെ അസോസിയേഷൻ്റെ സൈഡിൽ നിന്നും സത്യം പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കൗൺസിലോ അല്ലെങ്കിൽ ലാബറട്ടറികളുടെ നിയന്ത്രണം കൊണ്ടുവരണം എന്ന് നമ്മൾ തന്നെ ആവശ്യപ്പെടുന്നു. ഏകീകൃത സ്വഭാവം റിസൾട്ടുകളിൽ വരുന്നില്ല എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ഈ റിസൾട്ടുകളിൽ എന്തോ അപാകതയുണ്ടെന്നുള്ളതാണ്. അത് ഈ പരിശോധിക്കുന്ന ഈ ലാബറട്ടറികളിലെ സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടാകാം, അല്ലെങ്കിൽ അവിടെ പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിലവാരമില്ലായ്മ കൊണ്ടായിരിക്കാം, അവർ വേണ്ട രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഇങ്ങനെയുള്ള അപാകതകൾ ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന സംസ്ഥാനത്തെ പരിശോധനാ ലാബുകളുടെ ഗുണനിലവാരവും പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഇവിടെ യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളുമില്ല. ഈ കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ പാവപ്പെട്ട രോഗികളും പരിശോധനാ ഫലം നോക്കി രോഗനിർണയം നടത്തുന്ന ഡോക്ടർമാരും വഞ്ചിതരാവുകയാണ്. ക്യാമറമാൻ രാജേഷ് തകഴിയോടൊപ്പം ഐപ്പു വള്ളിക്കാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. അപ്പോൾ 2005 ഏഷ്യാനെറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഏഷ്യാനെറ്റ് വിടാനുണ്ടായ കാരണം എന്താണ്? ഏഷ്യാനെറ്റ് വിടാനല്ല, ഞാനൊരു എക്സ്പോഷർ ആഗ്രഹിച്ചിരുന്നു. ഞാനൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 2005 മുതൽ 2011 വരെ, 2011 ജൂലൈ വരെ. നീണ്ട കാലയളവ് തന്നെയാണ്. ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും ആലപ്പുഴയിലും പ്രവർത്തിച്ചു. ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചിയിൽ പ്രവർത്തിച്ച സമയത്ത് പാറമടയും ലോബിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വേറൊരു ഇഷ്യൂ കൊച്ചിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ അനധികൃത പാറമടകൾ ഒന്ന് വലിയൊരു ഈ കോറികളുടെ ഒരു ഭൂമാഫിയ കോറികൾ രണ്ടും ഭയങ്കരമായിട്ട് ബലപ്പെട്ടു വരുന്ന സമയമാണ് 2007-2008. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തെ പട്ടിമറ്റം എന്ന സ്ഥലത്തെ ഒരു പ്രദേശം മുഴുവൻ ഇവർ പാറ പൊട്ടിക്കുന്ന സമയത്ത് 1.5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യും. സർക്കാർ റോഡ് ഇവർ ബ്ലോക്ക് ചെയ്യും. അവർ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ ചികിളുകൾ തെറിച്ച് വന്ന് വീഴും. പക്ഷെ ഇവർ ഉപയോഗിക്കുന്ന എക്സ്പ്ലോഷൻസ് അതിൻ്റെ ഡെൻസിറ്റി കൂടിയിട്ട് തൊട്ടടുത്ത വീടുകളിൽ, മുസ്ലിം പള്ളികളിലൊക്കെ ഭിത്തികൾ വിണ്ട് കയറാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ കുറേ നാളുകൾ നമ്മളെ ഓഫീസിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ പോകണം. ഞായറാഴ്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോയത് അറിഞ്ഞിട്ട് ഇവർ പാറമടക്കാർ വന്ന് 2 പാറമടക്കാരും നാട്ടുകാരും തമ്മിൽ അടിയായി. പക്ഷെ അതിന് നമ്മൾ പ്രശ്നക്കാരൻ, നമ്മുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് നമ്മുടെ ക്യാമറമാനെ അടിച്ചു. ഫിറോസ് എന്നൊരു ക്യാമറമാനായിരുന്നു. അന്ന് എന്തോ ഭാഗ്യത്തിന്, സാധാരണ പത്രപ്രവർത്തകർ അടിക്കുമ്പോൾ തെളിവുകൾ കിട്ടാറില്ല. അന്നൊരു PD-170 ക്യാമറയാണ്. അന്ന് ഞാൻ ഈ ക്യാമറമാനെ പിടിച്ച് മേടിച്ച് ഞാനത് റെക്കോർഡ് ചെയ്തു. അന്ന് പുള്ളിനെ അടിക്കുന്ന വിഷ്വൽ നമ്മുടെ ടേപ്പിൽ പതിഞ്ഞു. അത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ ക്യാമറ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ പിറ്റേ ദിവസം പോലീസ് അനൗൺസ് ചെയ്തു ക്യാമറ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് അവർ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ക്യാമറ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സാധനം എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടീം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ക്യാമറയിൽ നിന്ന് ടേപ്പ് ഉപയോഗിക്കുക എടുക്കാതെ മറ്റൊരു ക്യാമറയിലേക്ക് ഇത് കോപ്പി ചെയ്തു. വിഷ്വൽ ഉണ്ടായിരുന്നത്. ആ വിഷ്വലാണ് നമുക്ക് വലിയ തെളിവായത്. ഓക്കെ, അവർ ക്യാമറ ഇത് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് അവർ ക്യാമറ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിരുന്നു. അവർ നമ്മുടെ ക്യാമറ പിടിച്ച് വലിച്ചുകൊണ്ട് നശിപ്പിച്ചു. പക്ഷെ അവർ ടേപ്പ് എടുക്കാൻ പറ്റില്ല. ടേപ്പ് എടുക്കാൻ പറ്റില്ല. അന്ന് ബാറ്ററി ഡിറ്റാച്ച് ആയി പോയി. ഇവർ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ബാറ്ററി മാറി. അപ്പൊ അന്ന് ഈ ക്യാമറയെ കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാരായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ടേപ്പ് പുറത്താക്കാൻ പറ്റില്ല. ഇവർക്ക് അറിയത്തില്ല അതിന് സംവിധാനം. അപ്പോൾ ഉപേക്ഷിച്ചപ്പോൾ ഈ ടേപ്പ് ഉൾപ്പെടെയാണ് ഇവർ ഉപേക്ഷിച്ചത്. അങ്ങനെയാണ് നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയത്. അതൊരു സംഭവം തന്നെയാണ്. അതിനുശേഷം ഭീഷണിയും അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തന്റെ ഒരു പാറമടയായിരുന്നു അത്. അങ്ങനെ ഒരു വലിയൊരു അടി കിട്ടി. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ കേസായി. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. അവരെ ശിക്ഷിച്ചു. 2 വർഷത്തെ തടവിനും നഷ്ടപരിഹാരം ശിക്ഷിച്ച് അവർ വീണ്ടും അപ്പീലിന് പോയി. അത് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2011 ഏഷ്യാനെറ്റിൽ നിന്നും ദുബായിലേക്ക് പോകുന്നത്. എന്താണ് ദുബായിലേക്ക് പോകാനുള്ള ഒരു കാര്യം? ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. നമ്മളൊരു പ്രാദേശിക സെറ്റപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ. ഇപ്പോൾ നമ്മൾക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ. ഇപ്പം സ്വന്തം നാടിനപ്പുറം നമുക്കറിയാവുന്ന ആൾക്കാരുടെ വാർത്ത ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും ഈ പറഞ്ഞ കണക്ക് സന്തോഷം ഇല്ലായ്മയുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വാർത്ത. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ അനുഭവമായിട്ട് പറയാനുള്ളത്, എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് തന്ന ഒരാളെ കുഴൽപ്പണ കേസിൽ പിടികൂടി. എന്ത് ചെയ്യും? അപ്പം ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ ഇവൻ മുഖം മറച്ചിരിക്കണം. ഇവന് ഭയങ്കര സങ്കടം വന്നു. കാരണം എൻ്റെ കൂടെ വാർത്തയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരുന്ന ഒരു ഡ്രൈവറാണ് ഒരു ദിവസം കുഴൽപ്പണ കേസിൽ ഇവനെ പിടികൂടുന്നത്. അപ്പം നമുക്കിത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വലിയ സംഭവം. അപ്പോൾ അവന് പറഞ്ഞു എൻ്റെ മുഖം മറച്ചെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ ചാനലിൽ മുഖം മറച്ച് പോയി എങ്കിലും മറ്റു ചാനലിൽ മുഖം മറയ്ക്കാതെ പോകുമ്പോൾ നമുക്ക് പ്രഷറാവും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വന്നു വളരെ അടുത്തറിയാവുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക ഒരു മലയാളം വിട്ട് ഒരു വേറെ സ്ഥലത്ത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഭാഷ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മലയാളത്തിൽ പോലും നമ്മൾ പ്രഗത്ഭനല്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അത്ര അങ്ങോട്ട് പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാണ്. ഇപ്പോൾ CNN അടക്കമുള്ള സ്ഥലങ്ങളായിട്ട് നമുക്കൊരു ചേർന്ന് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ്. അപ്പം മീഡിയ സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ, അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ചാനൽസ് ഉള്ള സ്ഥലം ദുബായ് മീഡിയ സിറ്റിയാണ്. അപ്പോൾ ദുബായ് മീഡിയ സിറ്റിയിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പോഷറിന് വേണ്ടി പോയതാണ്. അതെ, ശരി. എന്ത് പരിപാടിയായിട്ടായിരുന്നു അങ്ങോട്ടേക്ക്? ഞാൻ പോകുന്ന റേഡിയോ മീ എന്ന് പറഞ്ഞ ഒരു FM സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടിയായിരുന്നു. അത് ശരി. അപ്പോൾ ആദ്യമായിട്ട് ഒരു FM സ്റ്റേഷൻ ലൈവായിട്ട് ഒരു ടോക്ക് ഷോ, ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം, ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ റേഡിയോ കേൾക്കുന്നത് ദുബായിലാണ്. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ദുബായിൽ ഏതാണ്ട് 22 ലക്ഷത്തോളം മലയാളികളുള്ള ഒരു സ്ഥലം, 27 ലക്ഷത്തോളം മലയാളികളുള്ള ഇന്ത്യക്കാരുള്ള സ്ഥലത്തിൽ 25 ലക്ഷത്തോളം മലയാളികളാണുള്ളത്. അതിൽ ഒരു 15 ലക്ഷത്തോളം ആൾക്കാർ റേഡിയോ കേൾക്കും. അത്രയും റേഡിയോ കേൾക്കുന്ന ലോകത്തെങ്ങുമില്ല, കേരളത്തിൽ പോലും ഇല്ല. അപ്പോൾ അവിടെ കേരളത്തിലില്ല, ഇന്ത്യയിൽ FM സ്റ്റേഷൻസിൽ വാർത്തയില്ല, പക്ഷെ ദുബായിൽ FM സ്റ്റേഷൻസിൽ വാർത്തയുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ വാർത്താ വിഭാഗം ഹെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. അത് ആ പരിപാടി വളരെ ഹിറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൾക്കാർക്ക് റിയാക്ഷൻ നടത്താവുന്ന സാധനമാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ VS അച്യുതാനന്ദനും ലൈവായിട്ട് വന്നിട്ടുണ്ട്. പണ്ടല്ല, ഒരു 3-4 വർഷം മുമ്പ് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഒരു വിമാനം ചില കാരണങ്ങളാൽ റദ്ദ് ചെയ്യപ്പെട്ടു. കൊച്ചിയിലേക്കായിരുന്നു ആ വിമാനം പോകേണ്ടത്. അതിന് പകരം സാധാരണ എയർ ഇന്ത്യ ചെയ്യുന്ന പോലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടിറങ്ങി. അപ്പോൾ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു. വിമാന റാഞ്ചിൽ നിന്ന് വന്നിട്ട് പൈലറ്റ് മെസ്സേജ് കൊടുത്തു. അങ്ങനെ 15 മലയാളികളെ ഫ്ലൈറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അത് വലിയ സംഭവമായിരുന്നു. പറഞ്ഞാൽ വിമാന റാഞ്ചികളാക്കി കളഞ്ഞു ഇവരെ, പ്രതിഷേധിച്ചവരെ. പൈലറ്റ് റോങ് മെസ്സേജ് കൊടുത്താണ്. ആ കേസ് പോയി. സിവിൽ ഏവിയേഷൻ നിയമപ്രകാരം വിമാനം റാഞ്ചിയ കേസ് എന്ന് പറഞ്ഞാൽ വലിയ കേസാണ്. അങ്ങനെ 15 പേരെ ഇവരെ ഫ്ലൈറ്റിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അരമണിക്കൂറാണ് ടോക്കിംഗ് പോയിൻ്റെ സമയം. അന്ന് നമ്മൾ 5 മണിക്ക് ടോക്കിംഗ് പോയിന്റ് തുടങ്ങിയിട്ട് 9:30 മണിക്കാണ് നമ്മൾ നിർത്തിയത്. അതുപോലെ പ്രതികരണം ഉണ്ടായി. അന്ന് 600 SMS കിട്ടി. നമ്മൾ 230 പേർ റിയാക്ഷൻ കൊടുത്തു. അതുകൊണ്ട് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അതൊരു ഷോ ആയിരുന്നു. ഇപ്പോഴും തുടരുന്നുണ്ട് ആ ഷോ, പലരും ചെയ്യുന്നുണ്ട്. അത് റേഡിയോ സ്റ്റേഷൻ വ്യക്തികളെ കോൺടാക്ട് ചെയ്ത് അവര് നമുക്ക് SMS അയക്കും. SMS അയച്ചെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചു വിളിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഷോ ചെയ്തിട്ടുണ്ട്. ഈ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്ത ആ കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രഷർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അന്നും ഇന്നും ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് മാധ്യമപ്രവർത്തകരോട് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. നമുക്ക് പണ്ട് പറയാമായിരുന്നു മാധ്യമപ്രവർത്തനായാലും എന്തും ചെയ്യാം, ഉള്ള ലൈസൻസ് കിട്ടും, 6 വീടും കയറി ചെല്ലാം, 6 ഡോറും തുറന്നെല്ലാം. ഇന്ന് അതല്ല. ഇന്നൊരു ഹഡിൽസായി, ഇന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഷുഡ് ഹാവ് പെർമിഷൻ ടു ഗെറ്റ് ഇൻസൈഡ്. ആരുടെ ആണെങ്കിലും ഒരു പെർമിഷൻ വാങ്ങി, അത് നമ്മൾ തന്നെ ഇല്ലാക്കിയ ഒരു സാധനമാണ്. എന്നാൽ ഒരു മുൻവിധിയോടെ കാര്യങ്ങളെ സമീപിച്ച് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പാകപ്പിഴകൾ, തെറ്റുകൾ ഒരുപാട് ഇപ്പം മാധ്യമപ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് ആണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം കോമ്പറ്റീഷൻ തുടങ്ങി. ഇപ്പം ഞാൻ ഒരു വാർത്ത ബ്രേക്ക് ചെയ്താൽ അത് എക്സ്ക്ലൂസീവ് ആക്കാൻ പറ്റുമോ, മറ്റുള്ളവന് ആ വാർത്ത കിട്ടരുത് എന്ന് പറഞ്ഞ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചില ഫോട്ടോഗ്രാഫ്സ്. അതായത് ഒരു ഫോട്ടോ ഒരു സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്, പിന്നീട് ആർക്കും ആ ഫോട്ടോ കിട്ടത്തില്ല. ഇപ്പം അതിൻ്റെ അകത്തൊക്കെ ഒരു രസകരമായിട്ട് പറയുകയാണെങ്കിൽ തകഴി ശിവശങ്കരപിള്ള മരിക്കുന്നത് ഫോട്ടോ എടുത്ത ഒരാൾ ആലപ്പുഴയിലുണ്ട്. ദീപികയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ദീപിക ഓഫീസിൽ പോലും ആ പത്രം ഇല്ല എന്നുള്ളതാണ്. ആ ഫോട്ടോ ഇല്ലെന്നുള്ളതാണ്. ദീപികയുടെ ഓഫീസിൽ പോലും ആ ഫോട്ടോ ഇല്ല. ആ എടുത്ത ഫോട്ടോഗ്രാഫർ ഇപ്പോഴും ദീപികയ്ക്ക് വേണ്ടി തന്നെ ജോലി ചെയ്ത് ആലപ്പുഴയിലുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതാണ്, കിട്ടിയിട്ടില്ല. അപ്പം വിജയം മാഷ് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അന്ന് ഇന്ത്യ വിഷൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ്, ക്യാമറ മാത്രമേ വന്ന പത്രസമ്മേളനത്തിന് ഉണ്ടായിരുന്നത്. അപ്പം ചില സംഭവങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എക്സ്ക്ലൂസീവിൻ്റെ പോകുന്ന നമുക്ക് ഇതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുന്നില്ല. ഏറ്റവും വാർത്ത കൊടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർ മരിച്ചു എന്ന് വാർത്ത കൊടുക്കുന്നു, മരിച്ചില്ല അങ്ങനെ തെറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഒരു പ്രമുഖ ചാനൽ നേരത്തെ വാർത്ത കൊടുത്ത് അങ്ങനെ ഒരു ഉണ്ട്. അതിന് പ്രഷറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്.
അപ്പം ഒരു 4 പേര് ഒരേ സ്ഥലത്തിരിക്കുന്നു, 4 പേര് കൊടുക്കുന്ന വാർത്ത വ്യത്യസ്തമായ വാർത്തയായിരിക്കും. മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പം മീഡിയ സിൻഡിക്കേറ്റ് ഒന്നും ഇല്ല. ദർ ഇസ് നോ മീഡിയ സിൻഡിക്കേറ്റ് പ്രിവെയിലിംഗ് ഇൻ ദിസ് മാർക്കറ്റ്. ഒരു ലോകത്തൊരു സ്ഥലത്തും ഇല്ല. 4 പേര് 4 മാനങ്ങളിലേക്ക് ആ വാർത്ത ചെയ്യുക. അതിനകത്ത് ചില ആൾക്കാരും പോസിറ്റീവായിട്ട് ചെയ്യും, ഒരാൾ നെഗറ്റീവായിട്ട് ചെയ്യും, ഒരാൾ ന്യൂട്രലായിട്ട് ചെയ്യും, ഒരാൾ ചിലപ്പോൾ ആ വാർത്തയല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട്. അതായത് ഈ മാധ്യമ പ്രവർത്തകരുടെ ജീവിതം കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു സൊലൈ എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം 24/7 എന്ന് പറയുന്ന മറ്റൊരു ചിത്രവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ശരിക്കും മാധ്യമ പ്രവർത്തകൻ്റെ ജീവിതം എന്താണ്. ശരിക്കും നിങ്ങളൊരു റിപ്പോർട്ട് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം വളരെ സുന്ദരമാണ്, അവർ ക്യാമറയുടെ മുമ്പിൽ വന്ന് അവർ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് അങ്ങനെ പ്രശസ്തി കിട്ടുന്നതെന്നാണ്. പക്ഷേ ശരിക്കും അതിനകത്ത് ആ സിനിമ കാണുമ്പോഴാണ് മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാടും പ്രതിസന്ധികളും നേരിടുന്നതാണ് എന്ന് മനസ്സിലാക്കി തന്നെ. സൊലെ ഒരു 10 വർഷം മുമ്പ് ഇറങ്ങുന്ന സിനിമയായിരുന്നു. സൊലെ ഒരു പഴകിയ സബ്ജക്റ്റായിട്ട് വന്നൊരു സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നങ്ങനെ ഒരു മാധ്യമപ്രവർത്തനം ജോലി ചെയ്യുന്നില്ല, ഒരു മാധ്യമപ്രവർത്തനം സൈക്കിൾ ചവിട്ടി മാധ്യമപ്രവർത്തനം നടത്തുന്നില്ല, ഒരു മാധ്യമപ്രവർത്തനം ഫിലിം ക്യാമറ ഉപയോഗിക്കുന്നില്ല. അതൊരു 15 വർഷം മുമ്പായിരുന്നതിൽ വളരെ ആപ്റ്റാണ്. ഇപ്പം ന്യൂഡൽഹി പത്രം സിനിമകളാണ് ജേർണലിസത്തിൻ്റെ ഒരു വലിയൊരു അഗ്രസീവ് ജേർണലിസം എന്താണെന്ന് പഠിപ്പിച്ചത്. അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇന്നും അമേരിക്കയിലടക്കം അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളെ വെച്ച് വാർത്ത ചെയ്യാം. ഉദാഹരണത്തിന് വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്പൈഡർമാൻ സിനിമ. സ്പൈഡർമാൻ തന്നെ സ്വന്തമായിട്ട് പല സ്ഥലത്തും ക്യാമറ വെച്ചിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങളെടുത്ത് പ്രിൻ്റ് ചെയ്ത് പത്ര ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇതേ സാധനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു കുറ്റവാളി തന്നെ, മാധ്യമപ്രവർത്തനം തന്നെ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു, ഇയാൾ ചെയ്യുന്ന കുറ്റങ്ങൾ ഇയാൾ എക്സ്ക്ലൂസീവായിട്ട് ഷൂട്ട് ചെയ്യുന്നു, കാണിക്കുന്നു, പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പത്രത്തിൻ്റെ മുതലാളി അല്ലെങ്കിൽ എഡിറ്റർ അറിയാതെ പോലും ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. വിചാരണ നേരിടുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. അവർ ചെയ്യുന്ന ചില കാരണങ്ങൾ ഇപ്പം പല സ്ഥലത്തും ജേർണലിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പണ്ട് അതൊന്നും കേട്ടിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തനം അറസ്റ്റ് ചെയ്യുന്ന വലിയ സംഭവമായിരുന്നു. ഇന്നതൊരു കോമൺ ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം അതിനകത്തൊരു ക്രെഡിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു വിഷ്വൽ എടുക്കുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നിങ്ങളത് ഷൂട്ട് ചെയ്തു, എല്ലാ സംഭവങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന് ചീഫ് എഡിറ്ററെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല, ഇത് ഏറി വിടാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉള്ള സമയത്തല്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ചില വാർത്തകൾ അവ്യക്തമായ വാർത്തകളായിരിക്കും. ചില വാർത്തകൾ നമുക്ക് വിവാദം ഉണ്ടാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില വാർത്തകൾ. പിന്നെ എല്ലാ സ്ഥാപനത്തിനും ഓരോ പോളിസിയുണ്ട്. ഇപ്പം മാതൃഭൂമിക്ക് പോളിസി ഉണ്ട്, ഏഷ്യാൻ്റെതായ പോളിസി ഉണ്ട്. അപ്പോൾ ആ പോളിസിയുടെ അപ്പുറത്ത് നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രഷറാണ്. പക്ഷേ നമുക്ക് ഒരു പരിധിവരെ സ്വാതന്ത്ര്യമുള്ളൊരു ഫീൽഡാണ്. ഇപ്പം അന്ന് എസ്കത്തി വാർത്ത ചെയ്തപ്പോൾ ഇത് വാർത്ത പോവോ ഇല്ലയോ എന്ന് പോലും ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അന്ന് വളരെ ഇൻറ്റിമസി ഉള്ള ആൾക്കാരോട് നമ്മളിത് ഷെയർ ചെയ്തപ്പോൾ വാർത്ത നമ്മൾ ഉച്ചയായപ്പോൾ ഫയൽ ചെയ്തു, വാർത്ത വരുന്നില്ല. പക്ഷേ ആ വാർത്ത വെയിറ്റ് ചെയ്താണ്. 6 മണി വാർത്തയ്ക്ക് വേണ്ടി ബ്രേക്ക് ആൾക്കാർ കാണുന്നൊരു സമയത്ത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില വാർത്തകൾ കില്ല് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങളുണ്ടാകുന്നതാണ്. അങ്ങനെ ചില വാർത്തകളുടെ മറ്റേ ചാപിള്ളയായ വാർത്തകളുണ്ട് നമ്മുടെ ലിസ്റ്റിലും. അല്ലേ? പക്ഷെ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും വിഷമം തോന്നുന്ന ഒരു മാധ്യമപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ചില വിഷ്വൽസ് അല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്നത്. അപ്പോൾ റേഡിയോയിൽ വർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ മാതൃഭൂമി റിപ്പോർട്ടർ അല്ലേ? ഞാൻ ഒരു ജേർണലിസം കൂടുതൽ എൻജോയ് ചെയ്ത് നമ്മൾ റിപ്പോർട്ടർ ആയതിനു ശേഷമാണ്. നമ്മൾ ഒരു ദിവസം മിനിമം 5 പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയാണ്. എനിക്ക് 2 ഫീൽഡായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏഷ്യാൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മാധവൻ, ഇപ്പോഴത്തെ ഏഷ്യാൻ്റെ മാധവൻ സാറ് എന്നോട് ചോദിച്ചു വൈ ഡു യു ചൂസ് ജേർണലിസം. അപ്പോൾ ഞാൻ 2 കാരണങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ഐ ക്യാൻ മേക്ക് സം കോണ്ടാക്ട്സ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കോൺവെർസേഷനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഇടുക്കി, തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചത് പുന്നമടക്കായലിൻ്റെ തീരത്താണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് അത്തംപള്ളിയിൽ സ്കൂളിലാണ്. അപ്പോൾ ഈ വള്ളങ്ങളിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഗൈഡാകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് കാഴ്ചകൾ കാണുമ്പോൾ, ഒന്ന് പുതിയ ആൾക്കാരായിട്ടുള്ള ബന്ധം സ്ഥാപിക്കും. അപ്പോൾ ജേർണലിസം അത് തന്നെയാണ്. ഒരു ദിവസം 10 ഡിഫറെൻറ്റ് ആസ്പെക്റ്റുള്ള 10 ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കുറഞ്ഞത്. ഇന്ന് എൻ്റെ ഫോൺ ലിസ്റ്റിൽ 1000-5000 കോണ്ടാക്ട്സ് ഉണ്ട്. ഇന്ന് ഞാൻ അന്ന് 2004 പരിചയപ്പെട്ട ആൾക്കാരുടെ കോണ്ടാക്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞ് സ്റ്റോറി പറയുകയാണെങ്കിൽ, ആലപ്പുഴയിൽ
ഈ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അത് നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എല്ലായിടത്തും ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്, പക്ഷെ അവർ 2 ബോർഡ് തൂക്കിയിരുന്നു. ഒന്ന് കള്ള് കുടിയന്മാർക്കും പുക വലിക്കുന്നവർക്കും എൻ്റെ ഉപ്പിലിട്ട സാധനങ്ങളൊന്നും ഞാൻ തരില്ല എന്നൊരു ബോർഡ് എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഈ ബോർഡ് ഞാൻ കണ്ടുപിടിച്ച് ഇവരെ കൊണ്ട് സ്റ്റോർ ചെയ്തു. അന്നൊരു ചെറിയ മാടക്കടയാണ് ആ സ്ത്രീ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് കുറച്ച് ഭരണികളിൽ ഉപ്പിലിട്ട സാധനങ്ങൾ അന്ന് ഞാൻ സ്റ്റോർ ചെയ്തു. ഏഷ്യാനെറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. സ്റ്റോറിൽ പോയതിന് ശേഷം ഞാനൊരു 1.5 വർഷം മുമ്പ്, 1 വർഷം മുമ്പ് ആലപ്പുഴയിൽ ഞാൻ ഈ ചേച്ചി അന്വേഷിച്ച് പോയി. എന്നാൽ ചേച്ചി സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, 50-ലധികം സാധനങ്ങൾ ഉപ്പിലിട്ട് ചേച്ചി വിൽക്കുന്നുണ്ട്. ഇന്നും ആ കൺസെപ്റ്റ് മാറിയിട്ടില്ല. പുക വലിക്കുന്നവർക്കും കള്ളുകുടിയന്മാർക്കും എന്നാ കൊടുക്കില്ല എന്ന്. പുള്ളിക്കാർ തൊട്ടടുത്തൊരു കള്ള് ഷോപ്പുണ്ട്, അവിടെ നിന്ന് വരുന്ന ആർക്കും പുള്ളിക്കാരത്തി സാധനം കൊടുക്കത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു ചില കൺസെപ്റ്റ് ഉള്ളതാണ്. പിന്നെ മറ്റൊരു സ്റ്റോറി ചെയ്ത് ആലപ്പുഴയിൽ ഈ വെടിവഴിപാട് നടത്തുന്ന പുരുഷന്മാരാണ് അമ്പലങ്ങളിൽ. 75 വയസ്സുള്ളൊരു സ്ത്രീ, അവർക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല, അവരുടെ നടുവ് വളഞ്ഞു പോയതാണ്. അവർ നമ്മുടെ കതിന ഇടിച്ച് വെടിപൊട്ടിക്കുന്നുണ്ട്. ആ വാർത്ത ചെയ്തതിന് ശേഷം CNN വന്ന് അവരെ അന്വേഷിച്ചൊന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില നല്ല വിഷ്വൽസ് നമ്മുടെ വിഷ്വൽ കണ്ടിട്ട് PTA ആ സ്റ്റോറി എയർ ചെയ്തു. ഇന്ത്യയിലെ ANI ആ സ്റ്റോറി വന്ന് എയർ ചെയ്തു. അത് കണ്ടിട്ട് BBC-യും CNN വന്നിട്ട് അവരെ കുറിച്ച് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന്റെ വിഷ്വൽസ് ഉണ്ട് നമ്മുടെ. ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിട്ട് മരിച്ചുപോയി കാണും. അന്ന് നമ്മൾ അവസാനിച്ചത് ക്യാമറമാൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അമ്പലത്തിൽ പോയി നമുക്ക് വെടിവഴിപാടാൻ പറ്റത്തില്ല. അപ്പം വിശ്വാസിയായ ക്യാമറമാൻ രാജേഷ് തകഴിക്ക് വെടിവഴിപാടും കഴിച്ചാണ് ഞങ്ങൾ വിട പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി എൻഡ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ പേരിൽ എഴുതിച്ച റെസിപ്റ്റാണ് നമ്മൾ അവസാനം ആ വാർത്തയെ കാണിച്ചത്. അങ്ങനെ കുറേ രസകരമായ അനുഭവങ്ങൾ ഈ ജേർണലിസത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദുബായിൽ പോയതിനു ശേഷം അങ്ങനത്തെ ഒരു സന്തോഷഭരിതമായ ഒരു ജേർണലിസം ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു PR ജേർണലിസമാണ്. പിന്നെ യമനിൽ പോയ ഒരു സംഭവം, അത് വളരെ പ്രശ്നം പിടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. യമൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഏതാണ്ട് ഈ സമയത്താണ് ഞാൻ യമനിലേക്ക് പോകുന്നത്. അപ്പം യമനിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പം നമ്മൾ യമനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സന എന്ന് പറഞ്ഞ സ്ഥലം, അതായത് കോഴിക്കോട് നിന്ന് നമുക്ക് നേരിട്ട് കപ്പൽ വഴി ഒറ്റ ദിശയിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലം സനയാണ്. പണ്ട് മുതലേ സനയിൽ നമ്മുടെ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ കുട്ടികളെ, മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടുമായിരുന്നു. സന ഒരു മുസ്ലിം രാജ്യമാണ്. യമൻ ഒരു മുസ്ലിം രാജ്യമാണ്. ആഫ്രിക്കയും ഏഷ്യയും തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഹൂത്തികൾ ആഭ്യന്തര കലാപം തുടങ്ങി അവിടുത്തെ ഔദ്യോഗിക സർക്കാരിനെതിരെ. ഇപ്പോൾ UAE, ഞാനിപ്പോൾ ഉള്ള UAEയും സൗദിയും ഖത്തറും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഹൂത്തികൾക്കെതിരെ ഇപ്പോഴും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. പോരാട്ടം അങ്ങ് ഭയങ്കരമായിട്ട് പിന്നെ സനയിലേക്കും വന്ന് അറ്റാക്ക് ചെയ്ത് സന, ഈഡൻ ഈ 2 സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ മലയാളി നേഴ്സുമാരുള്ള സ്ഥലമാണ്. അപ്പം യമനിയ എയർവേസ്, യമൻ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിലെല്ലാം മലയാളി നേഴ്സുമാരാണ്. അപ്പോൾ അവർക്ക് മലയാളികളോട് ഭയങ്കര സ്നേഹമുള്ള സ്ഥലം. ഒരു പക്ഷേ ഗൾഫിനേക്കാളും കൂടുതൽ ഇൻറ്റിമസി ഉള്ള ആളുകൾ മലയാളികളും യമനികളുമാണ് അവിടെ. ഇപ്പോൾ യമനിലെ മന്തി, ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അതാണ് യമനെ ഏറ്റവും കൂടുതൽ നമ്മളെ അടുത്തേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ കലാപം തുടങ്ങിയതിന് ശേഷം ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജിബൂത്തി എന്ന സ്ഥലം, ആഫ്രിക്കൻ രാജ്യമായ ജിബൂത്തിൽ നിന്നാണ് എയർ ഇന്ത്യ സനയിലേക്ക് പറന്നത്. അന്ന് ഈ ഹൂത്തികൾ പെർമിഷൻ കൊടുത്ത ഏക എയർലൈൻസ് എയർ ഇന്ത്യ ആയിരുന്നു. നമ്മൾ സേവ് ചെയ്ത് 26 രാജ്യത്തെ, അതായത് അമേരിക്കൻസ് അടക്കം 26 രാജ്യക്കാരെ രക്ഷപ്പെടുത്തിയത് എയർ ഇന്ത്യ ആയിരുന്നു. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി ജനറൽ VK സിംഗ് ആണ് അതിന് ഓപ്പറേഷൻ. അപ്പം ഓപ്പറേഷൻ ഹോപ്പ് എന്നായിരുന്നു അതിൻ്റെ പേര് തന്നെ. അപ്പം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ഇപ്പം ഞാൻ ദുബായിൽ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ സ്ഥാപനത്തിലൂടെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. കാരണം അവിടെ നമ്മളിപ്പം അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വെച്ചിട്ട് ദുബായിൽ നിന്നാണ് ഞങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കേൾക്കും തോറും ഇത് ഭയങ്കര അപകടം രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാനൊരു ദിവസം വൈകുന്നേരം ഒരു 4 മണിക്ക് ഓഫീസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഐ ആം റെഡി ടു ഗോ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രേയാം സാർ, ഞാൻ മാതൃഭൂമിയിലുള്ളപ്പം, അപ്പം ശ്രേയാം സാറാണ് ഞങ്ങളുടെ ബോസ്, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ഫോണിൽ വിളിച്ചു, സാറേ ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഗോ. അപ്പോൾ അന്ന് ഞാനൊരു എൻ്റെ കയ്യിലൊരു ക്യാമറയുണ്ട്. ക്യാമറേനെ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലല്ല, കാരണം അത് റിസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഞാൻ എങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടു അവിടുന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളാണെന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തെ പറ്റി അറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഉച്ച മുതൽ ഒരു 2 മണി, നമുക്ക് സമയമില്ല, ഇപ്പോൾ 2 മണി മുതൽ 5 മണി വരെ
ഞാൻ ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് പോകാനുള്ള വഴികൾ. അപ്പോൾ എൻ്റെ ട്രാവൽ ഫീൽഡിൽ ഞാൻ യാത്ര ചെയ്യുന്ന കുറേ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം റിഷാലെന്ന് എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ചീപ്പായിട്ട് സ്ഥലത്ത് എങ്ങനെ പോകാൻ പറ്റുന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് രാത്രി ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ തീരുമാനിക്കുന്നത് രാത്രി 7 മണിക്ക്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ 2 ട്രാവൽസുമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റ് ഇപ്പം എടുക്കുന്നില്ല. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത് 12:35 രാത്രി 12:35 ഒരു ഫ്ലൈറ്റിലാണ്. വിസ ഇല്ല, ടിക്കറ്റ് എടുക്കുന്നില്ല. ഞാൻ നേരെ ദുബായ് എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ എന്നോട് എമിഗ്രേഷനിൽ എമിഗ്രേഷൻ സീൽ തന്ന് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഞാൻ ദുബായ് എയർപോർട്ടിൽ ചോദിച്ചു എവിടെ പോകുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജിബൂത്തിലാണ് പോകുന്നത്. അപ്പോൾ അവർ ലിസ്റ്റ് നോക്കിയപ്പോൾ ഓണറൽ വിസ ഉണ്ട് ജിബൂത്തിയിൽ ഇന്ത്യക്കാർക്ക്. അവർ എനിക്ക് സീലടിച്ചു. ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ടിക്കറ്റ് ഇഷ്യൂ ആവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴും എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. എമിഗ്രേഷൻ സീൽ അടിച്ചതിന് ശേഷമാണ് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഞാൻ അവിടുന്ന് എൻ്റെ ഐഫോണിൽ ഒരു ആപ്പുണ്ട്. അവിടുത്തെ ജിബൂത്തിലെ ആപ്പാടുള്ള രണ്ട് ഹോട്ടലേ ഉള്ളൂ. അതിൽ ഷെറാട്ടൺ ഹോട്ടലിൽ ഒരു മുറിയേ ഉള്ളൂ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള. ആ മുറി ഞാൻ ബുക്ക് ചെയ്യുന്നു, ഞാൻ പേ ചെയ്യുന്നു, എനിക്ക് ടിക്കറ്റ് ആവുന്നു, ഞാൻ എൻട്രി ചെയ്യാണ്. ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ കൂടെ ഞാൻ എത്യോപ്യയിൽ പോയി. എത്യോപ്യയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. ഇവിടുന്ന് ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് പോയത്. എത്ര സമയമുണ്ട്? 5.5 മണിക്കൂർ യാത്രയുണ്ട്. അവിടുന്ന് വീണ്ടും 1/2 മണിക്കൂർ യാത്രയുണ്ട്. അഡിസബയിൽ നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് ജിബൂത്തിലേക്ക്. അപ്പം ജിബൂത്തി ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 20 പേര് പോകുന്നൊരു ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. 19 പേർക്കും വിസ പോയി. എൻ്റെ വിസ മാത്രം കിട്ടിയില്ല എനിക്ക്. ഞാൻ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പം എമിഗ്രേഷൻ ഓഫീസറോട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യു വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്, അവർക്ക് അത്രയും ഇംഗ്ലീഷ് ഉള്ളത് യു വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തിരുത്തി. ഒരു 2 മണിക്കൂറായപ്പോൾ എനിക്ക് ക്ഷമ നശിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് പുള്ളി എൻ്റെ കൈ പിടിച്ചിട്ട്, ഒരു ഹാൻഡ് ക്യാരി മാത്രമേ ഉള്ളൂ, എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലം, എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ല. അങ്ങനെ ഭാഗ്യത്തിന് അന്ന് എയർപോർട്ടിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഇവാക്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് എനിക്ക് മന്ത്രിയെ പരിചയപ്പെടാൻ പറ്റി. അന്ന് അവിടുത്തെ ചാർജുള്ള കോൺസുൽ ജനറൽ ഉണ്ട്. അദ്ദേഹം നേരത്തെ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഐ പോയാർ ഹിയർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. മുറിയിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങി? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇല്ല, മുറിയിലേക്ക് കയറുന്നതിന് മുമ്പുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റൺവേ കൂടെ നടന്നാണ് നമ്മൾ, ചെറിയൊരു എയർപോർട്ടാണ്. അപ്പോൾ നടന്നു വരുന്ന വഴിക്ക് എനിക്ക് ഒരു പുള്ളി ഒരു ചെറിയ തുണ്ട് കടലാസിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നിരുന്നു. എനിക്ക് നമ്മുടെ ചില പ്രിപ്പറേഷന് കുറവുകൊണ്ട് ജിബൂത്തിയുടെ കോഡ് എനിക്കറിയത്തില്ല. ഇത് മൊബൈലിൽ നിന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് ലാൻഡ് ഫോണിലേക്ക് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെപ്പോലെ തന്നെ മേളിൽ ഒരാളെയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് എനിക്കൊരു ഫോൺ തന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് പുള്ളി വന്നു. പക്ഷേ ഞാൻ 5.5 മണിക്കൂറിന് ശേഷമാണ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇറങ്ങി എനിക്ക് വിസ അടിച്ചു. ഒരു പഴയ ഫ്രഞ്ച് കോളനിയാണ്. ഇപ്പോഴും വിസയൊക്കെ അടിക്കുന്ന ഒരു ഫ്രഞ്ച് ഭാഷയിൽ തന്നെയാണ് അടിച്ചു തരുന്നത്. അങ്ങനെ ഇറങ്ങി ഞാൻ എഴുതി ജിബൂത്തിൽ നിന്ന് ഞാൻ സനയിലേക്ക് പറന്നു. അവിടുന്ന് ഫ്ലൈറ്റിൽ ഇവാക്യുവേറ്റ് ചെയ്ത ആൾക്കാരോടൊപ്പം വന്നു. അന്ന് ജിബൂത്തിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്ന 2 കപ്പലുകൾ പോയിരുന്നു ഇവാക്യുവേഷൻ വേണ്ടി. ആ കപ്പലിൽ ഞാൻ പോയി. ഒരു നല്ല അനുഭവമായിരുന്നു. എല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഏക ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ അവിടെ പോയ ഏക ഇന്ത്യൻ ജേർണലിസ്റ്റ്. അത് മാത്രമല്ല, നമ്മളെല്ലാവരും അവിടെ നിന്ന് കേട്ട അനുഭവങ്ങൾ വെച്ചിട്ടാണ് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കടമയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടു. അപ്പോൾ അന്ന് കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഓടിക്കരുത്. അതായത് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 4 ദിവസം പ്രായമായ ഒരു കുഞ്ഞ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. 4 days. ഒരു 3 തവണ കുഞ്ഞ് ജനിച്ച് പിറ്റേ ദിവസം ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലൈറ്റിനടുത്ത് വന്ന് അവർക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല. 2ാമത്തെ ദിവസം വന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല. 3ാമത്തെ ദിവസമാണ് ആ കുഞ്ഞ് കയറുന്നത്. ഞാൻ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ 4 ദിവസമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടേക്കുന്നത് 1981 ഇട്ടേക്കുന്നത്. ആ കുഞ്ഞിനെ ഒരു ചെറിയ ബൗളിൽ പൊതിഞ്ഞിട്ട് ആ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ സനയെന്ന് പറഞ്ഞ് ജിബൂത്തി വരുമ്പോൾ കുഞ്ഞിന് പ്രത്യേകം നമുക്ക് മാസ്ക് കൊണ്ടുവന്ന് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി കുട്ടീനെ ഓക്സിജൻ കൊടുത്തു. പ്രത്യേക ഫ്ലൈറ്റിലാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ചി കൊണ്ടുപോയി. കൊച്ചി സർവൈവ് ചെയ്തു. അതൊരു നല്ല അനുഭവമായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകനായി ജീവിതം തുടരുമ്പോൾ ഇപ്പോൾ ഇതൊരു വലിയൊരു സംഭവമാണ്. യമനിൽ പോയി ഇതെല്ലാം ഷൂട്ട് ചെയ്യാന്ന്. അപ്പോൾ വീട്ടിൽ പറയുമോ? ഭാര്യയോടും അല്ലെങ്കിൽ വീട്ടിൽ അറിയിക്കുമോ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് പോവുകയാണ്? അതോ അതിന് വന്നതിന് ശേഷമാണോ സാധാരണ? നമ്മൾ റിസ്ക് എപ്പോഴും ഉണ്ട്. അതിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നല്ലൊരു പുതിയ വണ്ടി എടുത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ വണ്ടി ഉരയ്ക്കാൻ പാടില്ല, ആ വണ്ടി ആരും കൊണ്ട് മുട്ടിക്കാൻ പാടില്ലെന്ന്. പക്ഷെ വണ്ടി മുട്ടാനുള്ളതാണെന്നും ഉരയ്ക്കാനുള്ളതാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
നമുക്ക് വണ്ടി എങ്ങനെ ഓടിക്കാം. അതെ അതെ. നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ഇതാണ്, ആ എക്സൈറ്റ്മെൻറ്റാണ് ജേർണലിസം തുടങ്ങുന്നത്. ജേർണലിസം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വളരെ AC മുറിക്കാത്തിരുന്ന് ടെലിഫോണിൽ കൂടെ മാത്രം വാർത്തയെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന കുറേ ജേർണലിസ്റ്റുകൾ എനിക്കറിയാം, എനിക്ക് വളരെ അടുത്തറിയാവുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വാർത്ത ചെയ്ത്. അപ്പം MN ഞാൻ പോയത് ഒരു വാർ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് എനിക്ക് വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും അതൊരു നല്ല കാര്യമാണോ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ തന്നെയാണ്. നമ്മൾ എയർ ഇന്ത്യ എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാളെ ഇന്ത്യക്കാരുടെ ആവശ്യത്തിന് ഇപ്പം അയർലൻഡിൽ പോലും ആണെങ്കിൽ ഇവിടെ ഒരു വിഷയം വന്നാൽ ഇവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് വേറൊരു എയർലൈൻസും തയ്യാറാകത്തില്ല, അത് എയർ ഇന്ത്യ തന്നെ വരണം. അപ്പം അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ സ്വയം അനുഭവിക്കാനും അത് മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റി. ഇപ്പം MN പോയപ്പം മലയാളികൾ കപ്പലിലേക്ക് പോകില്ലെന്നോ, ഒരു ദിവസം കപ്പലിൽ താമസിക്കാൻ പറഞ്ഞു മലയാളികൾക്ക്. അപ്പം അന്ന് 125 പേരെ സേവ് ചെയ്തു ഒരു ദിവസം, ഒറ്റ ദിവസം. അപ്പം ഈ 125 പേരെ 125 500 പേരെ സേവ് ചെയ്തു. 500 പേർക്ക് താമസിക്കാനായിട്ട് ഒരു ദിവസം രാത്രി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കപ്പൽ വിട്ടു പോയാലോ, അങ്ങനെ 6 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലെത്തുന്നു പേടിച്ചിട്ട്. അന്ന് ഈ അംബാസിഡർ എന്നോട് പറഞ്ഞു ഐപ്പ് നിങ്ങളുടെ മലയാളികളാണെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. പറഞ്ഞു നിങ്ങളുടെ ആൾക്കാരാണല്ലോ, ഐപ്പൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംസാരിക്കായിരുന്നു. പറഞ്ഞു ഐപ്പിൻ്റെ ഉറപ്പിലാണ് ഞങ്ങൾ കപ്പലിലേക്ക് പോകുന്നു. എന്നിട്ട് അന്ന് രാത്രി പോയി കപ്പലിൽ പോയി മീൻകറി ഉൾപ്പെടെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റ് കയറ്റി. അപ്പോൾ അങ്ങനെയുള്ള ചില അവരോടൊപ്പം നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വലിയ വലിയ കാര്യം തന്നെയാണ്. IMNൽ പോയ കുറച്ച് വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് കാണാം. പോരാട്ട ഭൂമിയായ സനയിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനമാണ് എനിക്ക് പിറകിലുള്ളത്. ജിബൂട്ടി വിമാനത്താവളത്തിൽ നിന്നും 1 മണിക്കൂർ ദൂരമുണ്ട് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്. ജിബൂട്ടിയിൽ നിന്നും യമനികൾ ആരെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അവരെയും കൂട്ടി വേണം എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് സനയിലേക്ക് പറക്കാൻ. എയർ ഇന്ത്യ അവരുടെ യാത്രയ്ക്ക് പണം വാങ്ങില്ല. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിൽ ഏതാനും ചില വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അന്തർദേശീയ വിമാനങ്ങളിൽ എയർ ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ സനയിലേക്ക് ഓപ്പറേഷൻ നടത്തുന്നത്. സനയിലെത്തിയാൽ ഇന്ത്യൻ സംഘം ബസ്സിൽ എമിഗ്രേഷനിലേക്ക് പോകും. സനയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ യാത്രക്കാരെ തയ്യാറാക്കി ഈ ബസ്സിൽ വിമാനത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ യാത്രക്കാർ വിമാനത്തിനുള്ളിലേക്ക് കയറണം. എല്ലാത്തിനും കൂടി 1/2 മണിക്കൂർ സമയമാണ് സന വിമാനത്താവളത്തിൽ ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ജിബൂട്ടിയിലേക്ക്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് മൂമെന്റ് ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു ദിവസം എയർ ഇന്ത്യ പറക്കാനും സനയിലെയും ജിബൂട്ടിലെയും വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനുമായി ചെലവഴിക്കുന്നത് 20 ലക്ഷത്തോളം രൂപയാണ്. പോരാട്ട ഭൂമിയിൽ നിന്നും സുരക്ഷിത താവളത്തിലേക്ക് പോവുകയാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ. എയർ ഇന്ത്യ സുത്യർഹമായ സേവനമാണ് രക്ഷാപ്രവർത്തനത്തിന് നടത്തുന്നത്. സനയിൽ നിന്നും ജിബൂട്ടിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ദുബായിലാണ്. ദുബായിൽ മാതൃഭൂമി ന്യൂസിൻ്റെ ചീഫ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. കുടുംബവും എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഭാവിയിൽ വീണ്ടും പുതിയ എന്താണ് പറയുക ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്താനായിട്ടും വീണ്ടും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി, നമസ്കാരം. അപ്പോൾ എനിക്ക് നന്ദിയുണ്ട്. അയർലൻഡിൽ വരാനുള്ള ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഇവിടെയുള്ള നിവിലിൻ്റെ പെങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് അയർലൻഡിൽ വന്നു, നിങ്ങളെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ, അവരുടെയൊക്കെ ജീവിതം സുലഭമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.